ഹലോ. അപ്പോൾ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീഡിയോ കസ്റ്റമർ റിട്ടേൺ ചെയ്ത ഒരു പ്ലാന്റിൻ്റെ അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഒരു തിങ്കളാഴ്ച അയച്ച പ്ലാന്റ് തൊട്ടടുത്ത ബുധനാഴ്ച, അതായത് 3 ദിവസത്തിന് ശേഷം അവരുടെ DTDCയുടെ 30 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് എത്തിയത്. അവിടുന്ന് അവർ വിളിച്ചപ്പോൾ കറക്റ്റായിട്ട് അവരുടെ DTDCയിൽ എത്തിയില്ല എന്നതിൻ്റെ പേരിൽ അവർ റിട്ടേൺ ചെയ്ത പ്ലാന്റാണ് കേട്ടോ ഇത്. മാത്രമല്ല, തൊട്ടടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ച അവരുടെ DTDCയിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ പ്ലാന്റ് ഡാമേജ് ആയി പോവും എന്നതുകൊണ്ട് അവർ കുറച്ച് ഹാഷായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, വേണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തേക്കുമെന്ന് പറഞ്ഞിട്ട് കൊറിയർ ചാർജ് അടക്കം ഞാൻ അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടായത്. ഇതാണ് ആ പ്ലാന്റിൻ്റെ അവസ്ഥ. എൻ്റെ കയ്യിൽ 13ാമത്തെ ദിവസമാണ് പ്ലാന്റ് എത്തുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. പ്ലാന്റ് എന്താ പറയുക, ലീഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാനപ്പോൾ എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് അയച്ചു കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിറയെ ലീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് അയച്ചത്. ഞാനത് നട്ടു വെച്ചു കേട്ടോ. എനിക്കിത് കളയാൻ തോന്നിയില്ല. കാരണം നമ്മൾ ഓരോ പ്ലാന്റും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ വളർത്തുന്നതും പാക്ക് ചെയ്യുന്നതും അയക്കുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണല്ലോ. അപ്പോൾ അതെനിക്കൊരു കളയാനായിട്ട് മനസ്സ് വന്നില്ല. ഞാനതൊരു പൊട്ടിലേക്ക് സെറ്റ് ചെയ്തു. സാഫൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഞാനൊരു 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് NPKയും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 15ാമത്തെ ദിവസമുള്ള പ്ലാന്റിൻ്റെ അവസ്ഥ നമുക്കിനി ഒന്ന് കാണാം. ഇതാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ അവസ്ഥ. പക്ഷേ 3 എണ്ണം പോയിട്ടുണ്ടായിരുന്നേ. കാരണം ഇത്രയും ദിവസം കൊറിയറിനകത്ത് ഇരുന്നിട്ട് തിരിച്ച് വന്നതല്ലേ. അപ്പോൾ ഈ 2 എണ്ണമെങ്കിലും എനിക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എനിക്കിപ്പം പറയാനുള്ളത് പ്ലാന്റ് വാങ്ങുന്നവരോടാണ്. ചിലപ്പോൾ നമ്മൾ 3ാമത്തെ ദിവസം എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ അയക്കുന്നത്. അതും കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ഥലം. ഈ കസ്റ്റമറിൻ്റെ സ്ഥലം വയനാടായിരുന്നു. അന്നേരം 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്ലാന്റിനൊന്നും യാതൊന്നും സംഭവിക്കില്ല. കാരണം നമ്മളിവിടുന്ന് അയക്കുന്നത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, അതും ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സാണ് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത്. നിങ്ങൾക്ക് 3 ദിവസമൊന്നല്ല, ഒരു 5-6 ദിവസം കൊറിയറിനകത്ത് ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല. നമ്മൾ അത്രയും നല്ല പ്ലാന്റ്സ് അല്ലേ ഇവിടുന്ന് അയക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.